ലാ ലാ ലാ, ലാ 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 ലാ. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നിരുന്നാലോ. ആ സീനു പറ. എന്തായി ഉസ്മാൻ ബാഗ് കിട്ടിയോ? അവിടെ ബിറ്റിഎസിന്റെ ബാഗിന് തല്ലി പിടിക്കുന്നത് കണ്ടായിരുന്നു. ഞാൻ പിന്നെ മക്കളെ കൊണ്ട് ഇങ്ങ് പോന്നു. എന്ത് നീലോ കേക്കണില്ല. ആ ഞാൻ റേഞ്ചിലടുത്തൊക്കെ നിക്കാം. ഇപ്പൊ കേക്കുന്നുണ്ടോ? പരി. ഞാൻ ചോദിക്കായിരുന്നേ, ഉസ്മാന് ബാഗ് കിട്ടിയോന്ന്. എന്റെ റബ്ബേ, ഉസ്മാന് ബാഗും മേടിച്ചിട്ടില്ല, ഒരു കുന്തും മേടിച്ചിട്ടില്ല. അതെന്താ സൈനോ എന്നോട് പറയാണ് നീലോ? ബിറ്റിഎസിന്റെ ബാഗിന്റെ വില എത്രയെന്നറിയോ എനിക്ക്? 2000 ഉറുപ്യ. ആ പൈസ നമ്മളെ ഓനക്ക് ബാഗ് വല്ലാതെ മേടിച്ചു കൊടുക്കും. എനിക്കിപ്പോ അതല്ലേ പണി. എന്നിട്ട് അവന് ബാഗും ബുക്കും കൊടയൊന്നും വാങ്ങില്ലേ? എന്തിന്? നോട്ട് പുസ്തകം പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ അവ തന്നെ അവസ്ഥ. എന്നിട്ട് പാത്തുവിന് വാങ്ങിയോ? എന്റെ കുട്ടിനെ ഞാൻ പെരിയിൽ ഒറ്റക്കാക്കിക്കാണ്ട് ഓനക്കും വേണ്ടി ഞാൻ വാങ്ങാൻ വന്നത്. ലാസ്റ്റ് എന്റെ കുട്ടിക്കൊക്കെ കിട്ടി. ഓക്ക് ബുക്കും ബാഗും കോടയൊക്കെ വാങ്ങി. എന്നാ സേനറിയോ, ഇവിടെയുള്ള 3 പേർക്ക് ബിറ്റിഎസിന്റെ ബാഗാ. നീലു, അനക്കതെന്താ പറ്റിയത്? ഇതെന്തോ ഒരു ബിസ്ക്കറ്റ് ആയിരുന്നു, ഇപ്പൊ എന്താ നിങ്ങൾക്ക് ലോട്ടറി വല്ലതും അടിച്ചോ? അതൊക്കെ ഒരു ട്രിക്കാ. ഈ എന്ത് ട്രിക്ക്? ഞമ്മക്ക് കൂടെ പറഞ്ഞടിക്ക. ഇത് നല്ല ട്രിക്കാല. ചെന്ത ട്രിക്ക് അവരെ പറ്റിച്ച്. എന്റെ നീലോ, അനക്ക് ഇമ്മാതിരി ബുദ്ധിണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. മക്കളെ മെരിക്കണെങ്കിലേ ഇച്ചിരി ബുദ്ധിയൊക്കെ വേണമെന്നേ. അല്ല ഇതൊക്കെ എവിടെ പാത്തച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ? ഇതൊക്കെയാണ് തലയിലുണ്ടായിരുന്നെന്ന്. ഒരമ്മയാവുമ്പോ കുറച്ച് കൂടുതൽ ബുദ്ധി അത്യാവശ്യം. അല്ലെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ട്. മക്കൾക്കിടെ ഒരു പണി കൊടുക്കുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ. അത് ശരിയാ. ഈ മീനുവിന്റെ ഒരു ബുദ്ധി. ഏതായാലും ഞാൻ ഇത് ഇവിടെ ഒന്ന് പ്രയോഗിച്ച് നോക്കട്ടെ, നടക്കുമെന്നാവാ. ബിറ്റിഎസിന് സീറ്റ് ഇവിടുന്ന് വാങ്ങാൻ കിട്ടുക. അത് 30 രൂപ കൊടുത്താ കിട്ടൂടി. 2000 രൂപേന്റെ ബാഗിന് വെറും 30 രൂപ ചെലവാക്കിയാ മതിയില്ലേ? എന്തായാലും ചെയ്തു നോക്ക്. ഉസ്മാന്റെ റിയാക്ഷൻ നോക്കാം. ഈ കുരിപ്പിന് എല്ലാം മനസ്സിലാവും, അതാണ് പ്രശ്നം. ഒക്കെ വേഗം മനസ്സിലാവുന്നേ. ഏതായാലും ട്രൈ ചെയ്ത് നോക്ക്. സക്സസ് ആയ നല്ലതല്ലേ? 2000 രൂപയല്ലേ ലാഭം. ചെയ്ത് നോക്ക്. ഒന്ന് ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ ഒന്നും വരാൻ പോകുന്നില്ലല്ലോ. നീ ഒന്ന് ചെയ്ത് നോക്ക്. ഇനിയിപ്പൊ അവനെ ബോധിപ്പിക്കാനാണെങ്കിൽ പുതിയൊരു വില കുറഞ്ഞ ബാഗ് എടുത്തിട്ട് അതിന് ബിറ്റിഎസിന് ഒട്ടിച്ചേക്ക്. അതാ നല്ലത്. അത് വേണം, പഴയ ബാഗ് തന്നെ പോരെ. അല്ലേ, ഉസ്മാനിച്ചിട്ട് ബുദ്ധി കൂടുതലായതുകൊണ്ട് പറഞ്ഞതാ. എന്റെ ഒരു ഊഹം അനുസരിച്ച് നീ പഴയ ബാഗുമ്പോ തന്നെ ബിറ്റിഎസിന്റെ ചുറ്റും ഒട്ടിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇതായിരിക്കും. ഉസ്മാനെ, എന്താണ് മച്ചേ എനിക്ക് ബിറ്റിഎസിന്റെ ബാഗ് വാങ്ങിത്തരാതെ? നിങ്ങൾക്ക് അതിനെന്താ പരിപാടി? ആരാ പറഞ്ഞിന്റെ മോനിക്ക് ഞാൻ ബിറ്റിഎസിന്റെ ബാഗ് വാങ്ങിയില്ലാന്ന്? എമ്മച്ചി വാങ്ങിക്കണല്ലോ. നോക്കട്ടെ മച്ചിയെ. ഇതിന്റെ പഴയ ബാഗല്ലേ? ഇതിന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ബിറ്റിഎസിന്റെ. ഇത് വേണ്ട, റിയൽ ബിറ്റിഎസിന്റെ വേണ്ടത്. ഇതായിരിക്കും സംഭവിക്കുക. നീയേ തൽക്കാലത്തേക്ക് പുതിയ ബാഗ് ചെയ്തോ. ആടി ഓക്കെ. ഉസ്മാനെ, ഉസ്മാനെ, എമ്മച്ചിന്റെ കുട്ടി. സോപ്പിടാൻ വന്നേക്കാണ്. സോപ്പിടാൻ കൊറയാ നല്ല കടയേക്കും പോവാണ്ടാവും, അതാണ് ഷോപ്പിങ്. എന്താണ് മച്ചേ ബിറ്റിഎസിന്റെ ബാഗ് വാങ്ങിത്തരാതെ നിങ്ങൾ എന്ത് തുള്ളാൻ വന്നാണ് എന്റെ അടുത്തേക്ക്? ആരാ പറഞ്ഞേ മോനിക്ക് ബിറ്റിഎസിന്റെ ബാഗ് വാങ്ങിയിട്ടില്ലെന്ന്? അതൊക്കെ ഉമ്മ വാങ്ങി വെച്ചേക്കണ്. സത്യം ഇമ്മ ബിറ്റിഎസിന്റെ ബാഗ് വാങ്ങി. പക്ഷെ മോഡല് വേറെ കേട്ടോ. കുഴപ്പമില്ല, ബിറ്റിഎസിന്റെ ബാഗ് ആയാ മതി. എന്നാലേ വേഗം കൊടുന്നേരത്. ഇവിടെ ഉണ്ട് ബിറ്റിഎസിന്റെ ബാഗ്. ഇപ്പൊ കൊടുന്നേരട്ടാ. എന്റെ കുട്ടി ഇവിടെ കാത്തിരിക്കും. എപ്പ കൊടുന്നേരം. ഇമ്മാരെ തലക്കാരെ അടിച്ചോ? അതോ ഇനി ഇപ്പച്ചി ഗൾഫിന്റെ പൈസ അയച്ചാണോ? അല്ലെങ്കിൽ ഇപ്പൊക്കെ വന്നിട്ടുണ്ടാ ബാഗുമ്മലല്ലേ കാര്യം. ബിറ്റിഎസിന്റെ ബാഗ് ഇട്ട് ഞാൻ പോയി പൊളിക്കും. ഇന്ന് ഉസ്മാനെ എന്റെ ബിറ്റിഎസിന്റെ ബാഗ്. നല്ല ബാഗ്. ഇമ്മച്ചിക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായില്ലോ. എന്നാലും ഇത്തിരി സ്നേഹിക്കുന്നത് എന്നോട് ഉണ്ടായിരുന്നോ?
പിന്നെ നിന്റെ മാണിക്കക്കല്ലായ നിന്റെ മലരായ നിന്റെ ഉസ്മാൻ ഒരു ആഗ്രഹം പറഞ്ഞ ഞാൻ അത് സാധിക്കൂലേ? എന്റെ മുത്ത മോനല്ലേ ചേ. നാളെ നിങ്ങൾക്ക് എന്റെ അടുത്ത് എത്ര സ്നേഹം ഉണ്ടായിരുന്നു? വയ്യ, ഈ നെമ്മച്ചക്ക് എന്നോട് ഇത്രമാതിരി സ്നേഹം ഉണ്ടായിരുന്നു.